കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്ത് പണിയാ പാച്ചു നീ കാണിച്ചേ? എന്ത്? എനിക്കിന്ന് കടയിൽ നല്ല തിരക്കാന്തു. ഫോൺ വെച്ചേ. എടാ നീ ആൻറ്റി വേണ്ട, കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. തിങ്കളാ പറഞ്ഞ പാർത്തിയും കേട്ടു. അവൻ ഫോണും വെച്ചു. വലിഞ്ഞു മുറിയ മുഖത്തോടെ ജയഫ്ര നേരം കണ്ണും വീഴ്ച നിൽക്കുകയാണ്. ഇല്ലാത്ത തിരക്കാവൻ പറഞ്ഞ് പോട്ടെ നോക്കാം. ഈ ബിരിയാണി പക്ഷേ എൻ്റെ ഉമ്മ ഒന്നയച്ച ബിരിയാണി മുതലാളി അപ്പത്തിന്നു. അതിന് പാർത്തിയാനൊരു നോട്ടം നോക്കി. സോറി, എന്നാലും പാർത്തിയായിട്ട് എങ്ങനെ അറിയാം എൻ്റെ ഉമ്മയിന്ന് ബിരിയാണി കൊടുത്തയച്ചു എന്ന്? അതിൻ്റെ സംശയം മാറിയിട്ടില്ല. ആഹാ, നിന്റെ ഉമ്മ ബിരിയാണി കൊടുത്തയച്ചിട്ടുണ്ടല്ലേ? ചെളിയില് വേഗം പോയി അതിങ്ങനെ എടുത്തോണ്ട് വന്നേ. പാർത്തി തിടുക്കത്തിൽ പറയുമ്പോൾ ഒന്ന് സംശയിച്ചെങ്കിലും അവൻ പോയി എടുത്തോണ്ട് വന്നു. പൊതി ബിരിയാണിയാണ്. നല്ല വാട്ടിയ വാഴയിൽ പൊതിഞ്ഞെടുത്ത ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഒരു മുട്ടയും അച്ചാറും സലാഡും ഉണ്ട്. വാവ്! ഇപ്പൊ പാർത്തിയുടെ വിഷമിച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പാനിന്റെ പോക്കറ്റിൽ നിന്ന് വാലറ്റ് എടുത്ത് അവൻ 100 രൂപ എടുത്ത് ജാഫറിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ബിരിയാണി നോക്കിയവൻ 100 രൂപ കണ്ട് അതും വാങ്ങി. അവിടെ ഒരു വനിതാവട്ടല്ലേ, നേരെ ചെന്നൊരു ഊണാണ് പറയാ, അവർ തരും. മീനോ മുട്ടയോ എന്താണെങ്കിലും വറുത്ത് വാങ്ങിച്ചോ നീ. 100 രൂപയ്ക്ക് എല്ലാം കിട്ടും. വയറ് നിറച്ച് കഴിച്ച് ഇങ്ങോട്ട് വന്നാൽ മതി. പോയിക്കോ. ഷർട്ടിന്റെ കയ്യിൽ നിന്ന് കയറ്റി ബിരിയാണി കഴിച്ചു തുടങ്ങിക്കൊണ്ട് പാർത്തി പറഞ്ഞു നിർത്തിയതും എന്നൊരു ശബ്ദത്തോടെ ജയഫ്ര അവനെ കണ്ണു മിഴിച്ച് നോക്കി. പോടാ. ചിക്കൻ കാലെടുത്താട്ടി അവനെ പാർത്തി കണ്ണുരുട്ടി വീണ്ടും പേടിപ്പിച്ചവും ചുണ്ടൊന്ന് ചുളുക്കി അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വേറെ വഴിയില്ല, മുതലാളി ഇന്ന് ഒട്ടും നല്ല മൂഡിലല്ല. ഇനിയും നിന്നാൽ ചിലപ്പോൾ അച്ചാറെടുത്ത് കണ്ണിൽ വരെ തേക്കും. ജയഫ്ര അങ്ങ് പോയതും ഉള്ളിൽ ഒരുത്തിയുള്ള ദേഷ്യം പാർത്തി അപ്പോഴേക്കും ചിക്കൻ കാല കടിച്ചു മുറിച്ച് അടക്കുകയായിരുന്നു. രാത്രി അനിരുദ്ധം വരുമ്പോൾ തിങ്കളിന് വേണ്ടി കേക്ക് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ചാന്ദിനിയാണ് നിർബന്ധിച്ച് അവളെ ചെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആദ്യം കേക്കുമായി അങ്ങോട്ട് ചെല്ലാമെന്നാണ് അവരെല്ലാം വിചാരിച്ചത്. പക്ഷേ ഒരുത്തൻ സമ്മതിക്കണ്ടേ. എന്റെ പെണ്ണിന്റെ ബർത്ത്ഡേ ഇവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്താൽ മതിയെന്ന് വാശി പിടിച്ചവൻ. എന്നിട്ട് ഉച്ചക്കൾ വിളിച്ചിട്ട് ഉണ്ണാൻ നീ വന്നോടാന്ന് ചോദിച്ച് ചാന്ദിനിയുമായി പ്രശ്നമായി ചെക്കൻ. അവസാനം അനിയത്തിനിടെ വിട്ട് സോൾവ് ആക്കിയാണ് തിങ്കളിനെ ഇങ്ങോട്ട് തന്നെ വിളിക്കാമെന്ന തീരുമാനത്തിലായി ഒരുവിധം ചാന്ദിനി അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഉച്ചക്കുണ്ടാക്കിയ പായസം തിങ്കൾ ബാക്കിയുള്ള മുഴുവൻ ചാന്ദിനി കൊടുത്തയച്ചിരുന്നു. അവരിങ്ങോട്ട് എത്തുമ്പോൾ മിഥുനും പ്രണവുണ്ട് അവിടെ. പായസം കുടിക്കുകയാണവർ. അവളെ കണ്ടതും അവർ വിശ്വം ചെയ്തു. കുറെ നേരത്തെ പറയാത്തതിന്റെ പരിഭവം പറഞ്ഞു. പാർത്തി അവർക്ക് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ തിങ്കൾ നോക്കാതെ മൻമുവിന് പായസം കൊടുക്കുകയാണ് ചെക്കൻ. അവൻ കടയിൽ നിന്ന് വന്നപ്പോൾ തന്നെ 2 ഗ്ലാസ് പായസം കുടിച്ച് മത്ത് പിടിച്ച് കിടക്കായിരുന്നു അവളെ. കുറച്ച് നേരമായിട്ടുള്ള എഴുന്നേറ്റ് വന്നിട്ട് ഇന്ന് തിങ്കളിനോട് ചാന്ദിനി അടക്കം പറഞ്ഞു. അവന്റെ ആ ജാടയും അവൾക്കുമ്പിൽ പൊളിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് ആ പറച്ചിലിൽ ചിരി വരുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ അവന്റെ ആ പിണക്കത്തിലുള്ള ഇരിപ്പ് കണ്ട് വല്ലാത്തൊരു അസ്വസ്ഥതയുമുണ്ട്. തന്നെയാണ് അവൻ കിസ് ചെയ്ത്. അതുകൊണ്ട് തന്നെയാണ് മുഖം നോക്കിയൊന്ന് കൊടുത്തത്. എന്നിട്ട് താൻ അവനോട് പിണങ്ങുന്നതിന് പകരം അവൻ തന്നോട് പിണങ്ങിയിരിക്കുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി താനായിട്ട് അവനെ പിണങ്ങ മാറ്റാനൊന്നും പോകുന്നില്ല. ഇതിങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ എന്ന പോലെ തിങ്കളൊന്ന് വിശ്വസിച്ചു. പക്ഷെ അടക്കി വെക്കാൻ നോക്കിയിട്ടും തനിക്കൊരു പ്രശ്നമില്ലെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് മനസ്സിനെ എത്ര വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എന്തൊക്കെയോ പ്രയാസം തനിക്ക് തോന്നുന്നത് തിങ്കൾ അറിയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ? ഒന്നും വേണ്ട, ആരും വേണ്ടെന്ന് തീരുമാനിച്ചതല്ലേ. തനിക്ക് താൻ മാത്രം മതിയെന്ന് ഉറപ്പിച്ച് സന്തോഷിച്ചതല്ലേ. എന്നിട്ടെന്തേ അവൻ എന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കണ്ണുകൾ കലങ്ങിയത്? തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ ദേഹത്തൊട്ടവനോട് ചുണ്ടുകളിൽ ചുംബിച്ചവനോട് കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നതിന് പകരം വെറുപ്പ് തോന്നുന്നതിന് പകരം പിണക്കവും പരിഭവം തോന്നുന്ന എന്തുകൊണ്ടാണ്? അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ താൻ ഭാവിക്കുന്നത് അധിക നാളൊന്നും ഇനി മൂടിവെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വേണ്ട എന്നൊരിക്കൽ തീരുമാനിച്ചൊക്കെ വേണമെന്ന് തോന്നിപ്പോകുന്നുണ്ടോ? അവൻ്റെ വെല്ലുവിളികൾ അവൻ വിജയിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഒന്നിനൊരു വ്യക്തത തോന്നുന്നില്ല അവൾക്ക്. പ്രത്യേകിച്ച് ആ പിണങ്ങിയിരിക്കുന്നവന്റെ വീർത്ത മുഖം കാണുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട്. ഇവനെ താൻ കണ്ടില്ലെങ്കിൽ ഇത്ര പ്രശ്നം വരില്ലെന്ന് തോന്നി തിങ്കളിന്. കൺമുന്നിൽ അവനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പെണ്ണിന് ഇത്രയും വിഷമം. ടേബിൾ കേക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അനിരുദ്ധം കൂടെ ഫ്രഷായി വന്നതേ തിങ്കൾ കേക്ക് മുറിച്ചു. അനിരുദ്ധനും ചാന്ദിനിക്കുമാണ് അവൾ ആദ്യം കൊടുത്ത്. അവരും അവൾക്ക് കൊടുത്തു. ബാക്കിയുള്ളവർക്കോ കേക്ക് ചാന്ദിനി മുറിച്ചു കൊടുത്തു. മിഥുനും പ്രണവോടെ വായിൽ വെച്ച് കൊടുക്കാൻ പോയതാണ്. പക്ഷെ പാർത്തി സമ്മതിച്ചില്ല. ഞാൻ കൊടുക്കാതെ നിങ്ങൾ കൊടുക്കേണ്ടെന്ന്. എന്തായാലും കൂട്ടുകാർ പറഞ്ഞതായതുകൊണ്ട് അവരത് അനുസരിച്ചു. ഈ ഉടക്ക് തീരുമ്പോഴേക്കും രണ്ടുപേരും സെറ്റ് ആവുമെങ്കിൽ അങ്ങ് സെറ്റ് ആവട്ടെ എന്നേ. ആവണിയുടെ എൻഗേജ്മെന്റ് ആണ് ഇന്ന്. വരനും ഡോക്ടറാണ് അവിനാശ്. 2 ദിവസം മുന്നെങ്കിലും വായുവേട്ട എന്ന് അവൾ പാർത്തിയോട് പറഞ്ഞെങ്കിലും ഇന്ന് തന്നെ അവൻ പോകുന്ന ഭാഗ്യമാണെന്ന് പറയാം. താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവളെ ഓർത്ത് പോകാമെന്ന് വെച്ചു. രാവിലെ ഒരു 6 മണിയാകുമ്പോഴേക്കും പുറപ്പെടാൻ ഇറങ്ങിയവർ. 3 മണിക്കൂറോളം യാത്രയുണ്ട് ചിറ്റൂർക്ക്. മൻമുവിനും പുഷ്പുവിനും കുഞ്ഞപ്പനും ഇക്രുവിനും ഫുഡ് എടുത്ത് വെച്ചിട്ടാണ് അവർ പോകുന്നത്. ഉച്ചക്ക് പ്രണവ് വന്നൊന്നും നോക്കിക്കോളും. വൈകുന്നേരം പിന്നെ തിങ്കളുണ്ടല്ലോ. രാത്രി ആകുമ്പോഴേക്കും അവർ വരികയും ചെയ്യും. പോയിട്ട് വേഗം വരാമോളെ എന്ന് തിങ്കളോട് പറഞ്ഞാണ് അനിരുദ്ധനും ചാന്ദിനിയും ഇറങ്ങിയത്. പാർത്തി പക്ഷേ ജാട കാണിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ മുഖവും തിരിച്ചിരിപ്പാണ്. അവളൊന്ന് നോക്കി അവനെ. പക്ഷെ അവന്റെ നോട്ടവളിലേക്ക് എത്തിയില്ല.
എനിക്കിനി നിന്നെ വേണ്ടടി. അവന്റെ ശബ്ദം ചെവിക്കുള്ളിൽ ഒരിക്കൽ കൂടെ കേട്ടു തിങ്കൾ. അപ്പോഴേക്ക് അനിരുദ്ധനും ചാന്ദിനിയും കാറിലേക്ക് കയറി. പാർത്തി കാറെടുത്ത് പോവുകയും ചെയ്തു. അമ്പലം കടന്ന് പാർത്തിയുടെ കാർ അകന്നു പോകുന്ന നോക്കി ആൾത്തറയിൽ ഉറക്കം ഒഴിച്ചിരുന്ന വിജീഷിന്റെ ഫോണിൽ നിന്ന് ശ്രീയത്തിന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോയി. അവർ പുറപ്പെട്ടിട്ടുണ്ട്, തിങ്കൾ ഒറ്റക്കാണെന്ന്. ആ മെസ്സേജ് അവിടെ സീൻ ചെയ്തും കുറച്ച് നിമിഷങ്ങൾക്കപ്പുറം അവന്റെ ഫോണിൽ 2000 രൂപ ക്രെഡിറ്റ് ആയി കഴിഞ്ഞു. ആവണിയുടെ വരെ അവിനാശി ഫാമിലിയായി കാനഡയിൽ സെറ്റിൽഡാണ്. അമ്മ, അച്ഛൻ, അനിയത്തി, അതാണ് അവന്റെ കുടുംബം. വിവാഹം കഴിഞ്ഞാൽ ആവണിയെ കാനഡയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പാർത്തി അവിനാശുമായി പരിചയപ്പെട്ടു. ആവണി അവനോട് എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചാന്ദിനിയെ കണ്ട് നിശ്ചയത്തിന് വന്ന് അവൾ അറിയാവുന്ന പഴയ തലമുറയിൽപ്പെട്ട പലരും അതിശയപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പാർത്തി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പാർത്തി ക്ലീൻ ഷേവ് ചെയ്തു. കൂടെ എയർകട്ട് ഇപ്രാവശ്യം അനിരുദ്ധന്റെ പോലെ തന്നെ അവൻ പിടിച്ചതും സെയിം ടു സെയിം ബട്ട് ഡിഫറൻറ്റ്. അങ്ങനെയാണ് അവർ. കല്യാണ നിശ്ചയം ഗംഭീരമായി തന്നെ കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞാണ് വിവാഹം. ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നിശ്ചയം. എല്ലാം കഴിഞ്ഞ് തിരിച്ച് മേലെടുത്ത തറവാട്ടിലേക്ക് പോകാൻ പാർത്തിക്കൊപ്പം ചാന്ദിനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അനിരുദ്ധൻ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരെ പോയത് പാടത്തിന് അവിടെയുള്ള അവരുടെ ആ വീട്ടിലേക്കാണ്. അതിനു മുന്നേ ചാന്ദിനി അവളുടെ വീടിന്ന സ്ഥലമെല്ലാം പാർത്തി കാണിച്ചു കൊടുത്തു. അവിടെ ഇപ്പോൾ കുരുമുളക് തോട്ടമാണ്. ചാന്ദിനിയുടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനാണ് ആ സ്ഥലം വാങ്ങിയത്. അയാളുടെ കയ്യിൽ നിന്ന് ഓർമ്മ വന്ന ശേഷം അനിരുദ്ധൻ അത് തിരിച്ചു വാങ്ങിയിരുന്നു. ഈ സ്ഥലവും ചാന്ദിനിയുടെ അമ്മയുടെ വീട്ടിൽ മറ്റൊരു വീടും പറമ്പും കൂടെ വിറ്റാണ് അന്ന് അവർ ഇടപ്പള്ളിയിൽ വീടും സ്ഥലവും കടമുറിയും വാങ്ങിയത്. ഒരുപാട് ഓർമ്മകൾ അടക്കം ചെയ്ത മണ്ണ് ചാന്ദിനിയുടെ കണ്ണുകളിൽ നനവ് പടർന്നു. പാർത്തിയും അനിരുദ്ധം ഒരുപോലെ അവരുടെ ചന്തുവിനെ ചേർത്ത് പിടിച്ചു. ആറ് മേലെടുത്ത് കയറാത്തിൽ സുജാമക്ക് നല്ല വിഷമമുണ്ടെങ്കിലും ഒന്നും പറയാൻ വയ്യ. ഹരിപ്രിയയും സദാശിവനെ അവർ നിർബന്ധിക്കേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. പെൺപിള്ളേര് 3 പേരുമാണെങ്കിൽ വേഷമൊക്കെ മാറ്റി അവർക്കൊപ്പം പാടവരമ്പിലേക്കുള്ള വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പാർത്തിക്ക് എന്തായാലും ആ വീട് ഇഷ്ടമായി. കുറച്ചു നേരം അവിടെ സമയം ചെലവഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിക്കാമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പോയിട്ട് എപ്പോൾ ഇങ്ങോട്ടൊന്ന് വരാനാ? അതുകൊണ്ട് വൈകുന്നേരം ഇവിടെ അടുത്ത് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമുണ്ട്. സൂര്യകാന്തിത്തോട്ടവും പാടവും പാലൊക്കെ ആയിട്ട് മനോഹരമായ സ്ഥലം. അവിടെ പോയെന്ന് പറഞ്ഞ് 3 പേര് അത്രയും വാശി പിടിക്കുമ്പോൾ സമ്മതിക്കാതെ തരമില്ലെന്നായി അവർക്ക്. പിന്നെ വൈകുന്നേരം കുറച്ചു നേരം അവിടെ നിന്നിട്ട് പോകാലോ എന്ന് വിചാരിച്ചു. തിങ്കളിനെ വിളിച്ചു നോക്കുമ്പോൾ അവൾ പാർലറിലാണ്. നല്ല തിരക്ക് പിടിച്ച പണിയായതുകൊണ്ട് വരാൻ വൈകും. വൈകുന്നേരം അവരെല്ലാം അങ്ങോട്ട് ഫാമിലി ആയിട്ടാണ് പോയത്. അവർ പറഞ്ഞ പോലെ അടിപൊളി സ്ഥലമാണ്. സൂര്യകാന്തി പൂക്കളുടെ ഭംഗിയും പിന്നെ സ്പീഡ് ബോട്ടും കുട്ടവഞ്ചിയും ഒക്കെ ആയിട്ട് അത്രയും രസം. കല്യാണം കഴിഞ്ഞ് തന്നെ തങ്കിയായി ഇങ്ങോട്ട് വരണമെന്ന് പാർത്തി ഉറപ്പിച്ചു. അവിടെ അടുത്തുള്ള ചായക്കടയിൽ നിന്ന് ചായയും ബജിയും കഴിച്ചു കഴിഞ്ഞ് പാർത്തി വെറുതെ ഒന്ന് സമയം നോക്കുമ്പോൾ 6:30 മണി. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. ഇരുട്ട് പോലും പരന്നിട്ടില്ല അവിടെ. സന്ധ്യ മയങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇറങ്ങാമെന്ന് പാർത്തി പറയുമ്പോഴാണ് അനിരുദ്ധനും ചാന്ദിനിയും സമയം നോക്കുന്നത്. ധൃതി പിടിച്ച് അവരിറങ്ങാൻ നിൽക്കുമ്പോൾ ഇത്ര സമയമായില്ലേ, ഒരു ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞവരെല്ലാവർക്കും അത്ര നിർബന്ധം. ഈ കഴിഞ്ഞ വിഷുവിന് പോലും നിങ്ങൾ വന്നില്ല, എന്നിട്ട് ഇന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആരുടെ വിഷമ പറച്ചിൽ കേട്ട് ചാന്ദിനി ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ പാർത്തിക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിനൊപ്പം എന്തെന്നില്ലാത്തൊരു ടെൻഷനും. അനിരുദ്ധം പക്ഷെ പോകാനുള്ള തീരുമാനത്തിൽ തിരിഞ്ഞടക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നടന്നോ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് പാർത്തി അവരെ തടഞ്ഞ് കാറിലേക്ക് കയറി. അവന്റെ കാർ എടുത്താണ് ഇങ്ങോട്ട് വന്ന്. അനിരുദ്ധന്റെ കാർ ഇവിടെയുണ്ട്, നാളെ അവർക്ക് അതിൽ വരാലോ. തിങ്കൾ പാർലറിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ സമയം 7 മണിയുടെ അടുത്തെത്തി. ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, ഒരു വളക്കാപ്പ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവൾക്ക് ഇന്ന്. ഇപ്പോൾ മുന്നത്തേക്കാൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും തിങ്കൾ പഠിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. ജോലി കയറിയിട്ട് നിമിഷയുടെ നിർദ്ദേശപ്രകാരം ഓൺലൈനായി തിങ്കൾ 2 വർഷമൊക്കെ കൂടെ അറ്റൻഡ് ചെയ്തതോടെ അവളുടെ കോൺഫിഡൻസ് നന്നായി കൂടി. അത് അവളുടെ വർക്കിലും പ്രതിഫലിച്ചതോടെ ഏറ്റെടുക്കുന്ന വർക്കുകളെല്ലാം അത്രയും നന്നാവുന്നുണ്ട്. ഇപ്പോൾ സാരി ഡ്രോപ്പിൽ നിമിഷ തിങ്കളുടെയാണ് അസിസ്റ്റന്റ് ചെയ്യുന്നതെന്ന് പറയാം. അത് നിമിഷയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ജലസുള്ള കൂട്ടത്തിലല്ല ആള്. കൂടെ നിൽക്കുന്നവർക്ക് കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ ആരെ വളർത്താൻ അത്രയും സപ്പോർട്ട് അവർ കൊടുക്കും. അതുകൊണ്ട് തന്നെ തിങ്കളുടെ അവിടെയുള്ള ജോലിയും നിമിഷയെ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോലിയിൽ കയറി പിറ്റേ ദിവസം തന്നെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തിങ്കൾ ചെറുതായി അവരോട് സൂചിപ്പിച്ചു. ഇനി പുറത്തുള്ളവർ പറഞ്ഞറിഞ്ഞൊരു പ്രശ്നം വേണ്ടല്ലോ എന്ന് വെച്ചാണ് അവൾ പറഞ്ഞത്. പക്ഷെ അതിനു മുന്നേ അവരുടെ ഹസ്ബൻഡ് പറഞ്ഞവരുടെ കാര്യങ്ങളെല്ലാം അവർക്കറിയാം. ബിജു ചേട്ടനോട് പാർട്ടിയെല്ലാം പറഞ്ഞിരുന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ തിങ്കൾ അപ്പുറത്തേക്ക് ചെന്ന് അവിടെയുള്ള അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുത്തു. വീടിന്റെ താക്കോൽ അവളുടെ കയ്യിൽ പ്രണവ് ഉച്ചക്ക് കൊണ്ടു കൊടുത്തിരുന്നു. അവളുടെ ചീക്കുവിനും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് നേരെ തിങ്കൾ കൂട്ടിൽ കയറി കോഴികളുടെ കൂടടച്ചു. മന്മുവിനും പുഷ്പുവിനും കുഞ്ഞപ്പനും കൂടെ അവളുടെ സുന്ദരനും ഭക്ഷണം കൊടുത്തിട്ടാണ് അവൾ ഇക്രുവിന്റെ അടുത്തേക്ക് ചെന്നു. രാവിലെ കൊടുത്താണ് അതിന് ഫുഡ്, വൈകുന്നേരമാണ് പിന്നെ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഫീഡിങ് ടൈം. കുറച്ച് പേടിയുണ്ടെങ്കിലും ഫുഡ് എടുത്ത് അതിനടുത്തേക്ക് വെച്ചു കൊടുത്തവൾ തിരിച്ച് വീട്ടിൽ നിന്നിറങ്ങാൻ പോകുമ്പോഴാണ് തുറന്നു കിടക്കുന്ന പാർട്ടിയുടെ മുറിയിലേക്ക് അവളുടെ കണ്ണു പോയത്. ഹാളിലെ വെളിച്ചത്തിൽ അവിടെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ അവൾ കണ്ടു. തിങ്കൾ ആ മുറിയിലേക്ക് കയറി ലൈറ്റ് ഓൺ ചെയ്തു. അന്ന് കല്യാണത്തിനടുത്ത് അവിടെ 2 പേരുടെയും ഫോട്ടോ, പിന്നെ അവർ 4 പേര് നിൽക്കുന്ന ഒരെണ്ണം കൂടെ ഉണ്ട്. എനിക്കിനി നിന്നെ വേണ്ട. പാർട്ടിയുടെ ആ പറച്ചിൽ ഇന്ന് കാലത്ത് അവളെ നോക്കാതെ പോയ ആ പോക്കും ഓർത്ത് ഫ്രെയിം ചെയ്ത ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന തിങ്കളുടെ ചുടികളൊന്ന് വിടർന്നു പോകും.
ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മന്മു തിങ്കളുടെ പുറകെ ഉണ്ടായിരുന്നു. അവൻ കൊടുത്തൊക്കെ തിന്നു കഴിഞ്ഞിരുന്നു. അവളുടെ വീടിന്റെ ഉമ്മർത്തേര് മന്മു കിടക്കുമ്പോൾ തിങ്കളകത്തേക്ക് പോയി. അപ്പോഴേക്കും പുഷ്പവും സുന്ദരനും കൂടെ മതിൽ ചാടി തിന്നാൻ കൊടുത്തൊക്കെ തിന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. തിങ്കൾ കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഫോൺ പിന്നെയും ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ ചാന്ദിനിയാണ്. കുളിക്കുമ്പോൾ തന്നെ അവളൊരു പ്രാവശ്യം ഫോൺ റിങ്ങിന്ന് കേട്ടിരുന്നു. ഞാൻ കുളിക്കായിരുന്നു ആൻറ്റി, നിങ്ങൾ എവിടെ എത്തി എന്നവൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് വരുന്നില്ല മോളെ എന്ന് ചന്തു പറഞ്ഞു. തിങ്കളുടെ നെഞ്ചൊന്ന് വിങ്ങി എന്നുള്ളത് സത്യം. അതെന്തോ പേടി കൊണ്ടാണോ വിഷമം കൊണ്ടാണോ എന്ന് അവൾക്ക് തന്നെ അറിയില്ല. പക്ഷേ ചാന്ദിനി പറഞ്ഞ അടുത്ത കാര്യം കേട്ടതും പെണ്ണിന്റെ ഉള്ളൊന്ന് തണുത്തു. പാർത്തി വരുന്നുണ്ടെന്ന്. അവൻ പുറപ്പെട്ട് കുറച്ചു നേരമായി. വേഗം അങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞുകൂടെ അവളൊന്ന് മൂളി. ചാന്ദിനി പിന്നെ അവളോട് വരാൻ പറ്റാത്തതിന്റെ കാരണം വിഷമത്തോടെ പറയുന്നുണ്ട്. അന്ന് സാറില്ല ആൻറ്റി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിങ്കളും ചന്തുവിനെ സമാധാനിപ്പിച്ചു. കുറച്ചു നേരം കൂടെ അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ് ചാന്ദിനി ഫോൺ വെച്ച്. തിങ്കളും രാത്രി കഴിക്കാനുള്ള ഉണ്ടാക്കാനുള്ള പണിയിലേക്ക് കടന്നു. പാർത്തി കഴിച്ചിട്ടാണോ വരുന്നതെന്ന് അറിയില്ലെങ്കിലും അവനോടുള്ള കൂടെ ഉണ്ടാക്കാമെന്ന് തിങ്കൾ തീരുമാനിച്ചിരുന്നു. എത്ര പിണക്കുണ്ടെങ്കിലും ഉണ്ടാക്കി വെച്ചവൻ കഴിക്കാതിരിക്കില്ല. പിന്നെ വീടിന്റെ താക്കോൽ വാങ്ങാൻ ഇങ്ങോട്ട് തന്നെ വരണ്ടേ. ഓരോന്നോർത്തവൾ ചപ്പാത്തിക്കുള്ള മാവെടുത്ത് കുഴച്ചു തുടങ്ങി. ഇടക്കൊക്കെ ചപ്പാത്തിയാണ് അവിടെ ഈ രാത്രി ഭക്ഷണം. ഈ കുഴക്കുന്നതിനിടയ്ക്ക് തന്നെ പുറത്ത് മന്മുവിന്റെ കുരകേട്ട് തിങ്കൾ ഉമ്മറത്തേക്ക് വന്നു നോക്കി. ദേ തുളസി തറയുടെ അടുത്തുനിന്ന് ഒരു തവള ചാടിപ്പോകുന്നു. അപ്പോഴും മന്മു അതിനെ നോക്കി കുര തന്നെയാണ്. മിണ്ടാന്ന് കിടാന്ന് പറഞ്ഞ് അവന്റെ തലയിലൊന്നും മേടി തിങ്കൾ അകത്തേക്ക് തന്നെ കയറി മുൻവാതിൽ അടച്ചിട്ടു. കൈ കഴുകി ചപ്പാത്തി കുഴച്ച് ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും മന്മുവിന്റെ കുരകേട്ടെങ്കിലും തിങ്കൾ അത് കാര്യമാക്കിയില്ല. പറഞ്ഞ പണിയിടവേ സാറേ, എനിക്ക് പേടിയാവുന്നുണ്ട്. വല്ല പ്രശ്നം വന്ന ദൈവത്തോട് എന്റെ പേര് പറഞ്ഞേക്കല്ലേ. വിജീഷിന്റെ അപേക്ഷയുടെ ജയരാജൻ നെറ്റിയം തടവി. ശ്രീത്വം അവൻ അക്ഷമയോടെ നോക്കിയിരിക്കുകയാണ് ആ കാറിൽ. ഗ്രൗണ്ടിൽ ഇന്നത്തെ കളി കഴിഞ്ഞ് ആളുകളെല്ലാം പോയതിൽ വേറെ ആള് വനക്കോ ഇല്ലാത്ത സ്ഥലം. നിന്റെ പേരെവിടെയും വരില്ലടാ. ചെന്നാദ്യം കാര്യം നടത്താൻ നോക്ക്. നീ പറഞ്ഞ കാശപ്പോ അക്കൗണ്ടിൽ വരും. ഇത്രയും ചെറിയ പണിക്ക് 30,000 രൂപ എവിടെ നിന്ന് കിട്ടൂടാ? ജയരാജൻ പറഞ്ഞെടുത്തുമ്പോൾ വിജീഷ് തലയാട്ടുന്നുണ്ട്. നീ ഒന്ന് ചെല്ലടാ വിജീഷേ. ശ്രീത്വ അവന്റെ തോൾ തട്ടി പറയുമ്പോൾ കാറിന്റെ ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 1 മാസം ആവുന്നു അന്നത്തെ ആ അടി കഴിഞ്ഞ്. ശ്രീത്വം ജയരാജ് എഴുന്നേറ്റ് നടക്കാനുള്ള പരുവത്തിലായി. ദേഹത്ത് മുറിവ് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ മനസ്സിലെ പക പഴുത്ത് നീറുകയാണ് ഇപ്പോഴും. പാർത്തിയും ഇതിനും പ്രണവടക്കം അനിരുദ്ധനും കയറിയങ്ങ് പെരുമാറിയിട്ടും അയാളുടെ ഉള്ളിലെ പകയും പ്രതികാരം ഒരു തരി പോലും കുറഞ്ഞില്ല. അത് ആളിപ്പടരുകയാണ് ചെയ്തത്. മുഴുവനായി പിഴുതുമാറ്റിയ വലത്തെ കയ്യിലെ 2 നഖങ്ങളിൽ അയാളുടെ നോട്ടമെത്തി. അനിരുദ്ധൻ ചെയ്താണത്. അവന്റെ മോളെ തൊട്ടതിന് കൂടെ ഒരു ഭീഷണിയും. ഇനിയും താൻ തിരിച്ചു വന്നാൽ നിന്റെ അടിവേര് അന്വേഷിച്ച് അനിരുദ്ധം പോകുമെന്നും അത് നിനക്ക് നല്ലതിനാവില്ലെന്നും അയാൾ എന്തുവേണമെങ്കിലും അന്വേഷിച്ചു പോട്ടെ. അതിനു മുന്നേ ഇവര് തന്നോട് ചെയ്തതിനെല്ലാം കൂടി താൻ കൊടുത്തിരിക്കും. അവളെ തൊട്ടതിനല്ലേ അവർ ഈ കാണിച്ചു കൂട്ടിയതല്ല. ഈ ജയരാജന്റെ ഇവനെ കായ്ക്കുള്ളി കിടന്ന് ഒതുങ്ങും. അവളിന്ന് എല്ലാം മിടുക്ക് കാണിച്ചിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയവൾക്ക് ഇനി ഞാൻ കാണിച്ചു കൊടുക്കും എൻ്റെ മിടുക്കെന്താണെന്ന്. ക്രൂരമായ ചിരിയോടെ കാറിൽ നിന്ന് അയാൾ തിങ്കളുടെ ആ വീട്ടിലേക്ക് നോക്കി ചിന്തിച്ചു കൂട്ടുമ്പോൾ ശ്രീത്തിന്റെ കണ്ണുകൾ ആ വീട്ടിലേക്ക് തന്നെയാണ്. കുറച്ചു മുന്നേ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടവിടെ രൂപോർത്തവൻ കണ്ണുകൾ കൂമ്പി അടച്ചൊന്ന് തുറന്നു. ഇയാൾ കടിച്ച അവസ്ഥയുടെ ബാക്കിയായാലും വേണ്ടില്ല അവൾ ഈ കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തിനൊക്കെ കണക്ക് പറയണം തനിക്കും. ഒരുപാട് നാളായി മോഹിച്ച സൗന്ദര്യത്തെ മതിവരുവോളം ആസ്വദിക്കണം. സ്റ്റിയറിംഗിൽ കൈകൾ മുറുക്കി വിജീഷ് തിരിച്ചു വരും നോക്കി വെറിപൂണ്ടിരുന്ന അവനും. പേടിച്ചു കുറച്ചാണ് വിജീഷ് തിങ്കളുടെ ആ കുഞ്ഞു ഗേറ്റിനവരെ എത്തിയത്. കാശിനു വേണ്ടി നിൽക്കുന്നതാണ് അവൻ ഈ പണിക്ക്. ശ്രീത്തായി അവന് മുന്നേ നല്ല പരിചയമാണ്. കാശ് തരാം, തിങ്കളിനിട്ട് പണിയെടുക്കാൻ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവൻ കൂട്ടാക്കിയില്ല. പക്ഷേ കാശ് ശരിക്കും കിട്ടിയതും സമ്മതിച്ചു. ആദ്യം അവൾ ഒറ്റക്കാവുന്ന അവസരം വരുമ്പോൾ അറിയിക്കാനാണ് അവനോട് പറഞ്ഞത്. ഉദയ് ഇപ്പോൾ പാർത്തിയും കൂട്ടുകാരുമായിട്ട് നല്ല ടേംസിലായതുകൊണ്ട് അവനവരുടെ കാര്യങ്ങളൊക്കെ അറിയാം. പാർത്തി അവന്റെ അച്ഛനും അമ്മയും പാലക്കാട് അവന്റെ അച്ഛന്റെ വീട്ടിലേക്ക് അവന്റെ പെങ്ങളുടെ നിശ്ചയത്തിന് പോകുന്നു എന്ന് ഉദയ് വിജീഷിനോട് പറഞ്ഞവൻ അറിഞ്ഞതേ. അവൻ ശ്രീയത്തിനെ വിവരം അറിയിച്ചു. ഇന്ന് വരുമോ ഇല്ലേ എന്ന് അവർക്ക് ഉറപ്പില്ല. എന്നാലും പെങ്ങളുടെ നിശ്ചയത്തിന് പോയതല്ലേ, ഇന്ന് വരില്ലെന്ന് തന്നെ അവൻ സ്വയം ഉറപ്പിച്ചു. പിന്നെ അവിടുത്തെ പ്രശ്നം പാർത്തിയുടെ പട്ടിയാണ്. എന്നാൽ വിജീഷുമായി മന്മു ഫ്രണ്ട്ലിയാണ്. ക്ലബിലൊക്കെ വരുമ്പോൾ അവനും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതാണ് വിജീഷിനെ പിന്നെ അവരിതിനെ കൂട്ടുവിളിച്ചത്. ഉമ്മർത്തി കിടക്കുന്ന മന്മു ഗേറ്റിനടുത്ത് ആളെ കണ്ട് കുരച്ചു തുടങ്ങി. വിജീഷാണെന്നറിഞ്ഞു അവൻ കുരനിർത്തി ഗേറ്റിനടുത്തേക്ക് ചെന്നു. നിനക്ക് നിന്റെ പാർത്തി തന്നയച്ച ബിസ്ക്കറ്റാടാ എന്നും പറഞ്ഞ് വിജീഷ് കയ്യിലുള്ള സാധനം ഇട്ട് കൊടുത്തു. ഒന്നും മണത്ത് നോക്കി ചെക്കനത് വായിലാക്കി. നിമിഷങ്ങൾക്കകം മന്മു അവിടെ മയങ്ങി വീഴുമ്പോൾ വിജീഷ് തിരിഞ്ഞോടി കളഞ്ഞു. വാതിൽ ശക്തിയുള്ള മുട്ടിയിട്ട് തിങ്കളുടെ മുഖം ആദ്യം ചുളിഞ്ഞെങ്കിലും പിന്നെ അത് നിവർന്നു. മന്മുവിന്റെ കുരയും പുറത്തുനിന്ന് കേൾക്കുന്നില്ലല്ലോ. ആരായിരിക്കും വന്നതെന്ന് പെണ്ണിനെ മനസ്സിലായി കഴിഞ്ഞു. അവനിപ്പോൾ എത്തുമെന്ന് ചാന്ദിനിയും വിളിച്ചു പറഞ്ഞാണല്ലോ. അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചെല്ലാം മൂടി വെച്ചാൽ ഉമ്മറത്തേക്ക് നടന്നു. ആ ഒരുവനെ കാണാൻ പെട്ടെന്ന് വാതിൽ തുറന്നു. മുന്നിൽ ആരെയും കാണുന്നില്ല. പാർത്തി വിളിച്ചുകൊണ്ടാൾ പുറത്തേക്ക് ഇറങ്ങിയതും ഗേറ്റിന്റെ അവിടെ തളർന്ന് ബോധമില്ലാതെ കിടക്കുന്ന മനുവിനെ കണ്ട് പെണ്ണ് ഞെട്ടിപ്പോയി. മന്മു
വിളിച്ചുകൊണ്ട് അവൾ അങ്ങോട്ട് പാഞ്ഞില്ല. ഇടുപ്പിൽ ചുറ്റി വരഞ്ഞൊരു കൈക്കപ്പ് അവളുടെ വാകൂടെ പുറകിൽ കിടന്ന് പിടിച്ചാൽ മൂടിക്കഴിഞ്ഞു. ജയരാജന്റെ കയ്യിൽ കിടന്ന് കാലിട്ടടിക്കുന്ന അവളുടെ കാലിൽ രണ്ടും ശ്രീത്ത് ശക്തിയിൽ പിടിമുറുക്കിയതും ജയരാജൻ അവളെയും പൊക്കി അകത്തേക്ക് കയറി കഴിഞ്ഞു. അടുക്കളയിൽ നിന്ന് ഓടി വരുന്ന പുഷ്പുവിനെയും സുന്ദരനെയും ചവിട്ടി പുറത്തേക്ക് എറിഞ്ഞ് ശ്രീത്ത് വീടിന്റെ മുൻവാതിൽ കൊട്ടിയടച്ചു. ശ്രീത്തിന്റെ പിടി കാലിൽ നിന്ന് വിട്ട നിമിഷം കാൽ പൊക്കി ജയരാജന്റെ കാൽ തുടയിൽ തിങ്കൾ സർവ്വശക്തിയും എടുത്തൊരു തൊഴി കൊടുക്കുമ്പോൾ അവളിലെ പിടി വിട്ടുപോയി അയാളുടെ. കുതിരിക്കൊണ്ട് അയാളിൽ നിന്ന് മാറിയവൾ ഹാളിലെ മേശയിൽ ചെന്ന് ഇടിച്ചു നിന്നു. ഞെട്ടിത്തിരിഞ്ഞവൾ നോക്കുമ്പോൾ മുന്നിൽ ക്രൂരമായ ചിരിയോട് അവൾ നോക്കി നിൽക്കുന്നവരെ കണ്ട് തിങ്കളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. എന്താണ് ഈ ജാൻസി റാണി നോക്കുന്നേ? പേടിയാവുന്നുണ്ടോ നിനക്ക്? അട്ടഹസിച്ചുകൊണ്ടുള്ള ജയരാജന്റെ ചോദ്യം. ശ്രീത്വ നേരം ചിരിയോടെ തിങ്കളുടെ നോക്കുകയാണ്. പച്ച നിറത്തിലെ ചുരിദാറിൽ വിയർത്ത് കുളിച്ച് വിറച്ചേൽക്കുന്ന ഒരു പെൺകുടി. അവളെ രുചിക്കാൻ അവന്റെ കൈയും ചുണ്ണും തരിച്ചു തുടങ്ങി. മര്യാദയ്ക്ക് ഇറങ്ങിപ്പൊക്കെ ഇവിടുന്ന്, അടി കൊല്ലും ഞാൻ. ഭയമുള്ളം കാലിൽ നിന്ന് തലവരെ അരിച്ചു കയറുന്നുണ്ടെങ്കിലും മുൻപെപ്പോഴോ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയതിന്റെ ധൈര്യത്തിൽ ആൾ വിളിച്ചു പോകുമ്പോൾ അവരുടെ ചിരി വീണ്ടും അവിടെ ഉയർന്നു. മുമ്പൊരുത്തനെ വെട്ടിനുറുക്കിയതിന്റെ അഹങ്കാരാണല്ലേടി നിനക്ക്. പക്ഷെ കാര്യമില്ല മോളെ, നിന്നെ ഇന്ന് അറിഞ്ഞനുഭവിച്ചിട്ടേ ഞങ്ങൾ പോവൂ. നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുള്ള ഞാനും ദേ ഇവനും. എന്നാ നിന്നെ ഞാൻ ശരിക്കും മോഹിച്ച് കെട്ടി കൂടെ പൊറപ്പിക്കാൻ തന്നെ വന്ന. അപ്പൊ നിനക്ക് ഒടുക്കത്തെ ശൗര്യം. എന്റെ മുഖത്ത് നീ കൈ നീട്ടിയൊന്ന് അടിച്ചു. അത് കഴിഞ്ഞ് നിന്റെ മറ്റവനെ അവന്റെ തന്തയും വിട്ട് ഞങ്ങളെ മൊത്തത്തിലൊന്ന് പെരുമാറിയപ്പോ ഞങ്ങളങ്ങ് പേടിച്ചു പോയി നീ വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി. അതുകൊണ്ടൊന്നും പേടിക്കലടി ജയരാജൻ. അവസരം കിട്ടിയപ്പോ ഞങ്ങൾ വന്നോ. അന്ന് ഞങ്ങൾ അനുഭവിച്ച വേദന നീയും ഇന്നറിയും. അതിനൊപ്പം പലതും അറിയും. ഇങ്ങ് വാടി. പറയിലും ജയരാജൻ അവളുടെ കയ്യിൽ പിടിക്കാൻ നോക്കിയതും അയാളിൽ നിന്ന് വഴുതിപ്പോയവൾ അടുക്കളയിലേക്കാണ് പാഞ്ഞത്. പിന്നാലെ അവരും. ആ നിമിഷം തന്നെ അടുക്കള സ്ലാബിൽ നിന്ന് ബെല്ലടിക്കുന്ന ഫോൺ ചാന്ദിനിയാണ്. ഒരു കയ്യിൽ കത്തിയെടുത്ത് പിടിച്ച് ഫോൺ അവൾ ചാടിയെടുത്തു. ഹലോ ആന്റി, ഇവിടെ. കരഞ്ഞു തൊണ്ടപൊട്ടി അവൾക്ക് പറയാൻ പറ്റിയില്ല. അതിനു മുന്നേ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച ശ്രീത്ത് അത് നിലത്തിട്ട് ഉടച്ചു കളയുമ്പോൾ ആ ഒരു നേരം തിങ്കൾ കത്തി വീശിയതും ജയരാജൻ ആ കയ്യിൽ പിടിച്ച് അവൾ വലിച്ച് ദേഹത്തേക്ക് ഇട്ട് കഴിഞ്ഞു. അയ്യോ എന്റെ മോളെ, എന്താടാ തിങ്കളെ? ചാന്ദിനിയുടെ നിലവിളി കേട്ടാണ് അനിയത്തിന്റെ അടുക്കളയിലേക്ക് ഓടിപ്പാഞ്ഞു വന്ന്. എന്താ എന്താ എന്തു എന്താ പറ്റിയത് നിനക്ക്? അനിയേട്ട മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ കേട്ടതാ. അയ്യോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, എന്റെ കൈയും കാലും വരക്കുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അനിയേട്ട. നെഞ്ചിൽ കൈവച്ച് അലറി വിളിക്കുന്നവളെ കണ്ട് അനിരുദ്ധനൊന്നും മനസ്സിലായില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.